അൾജീരിയൻ വിൻഡോസ് ചെയ്യുന്ന സമയത്ത്, എസ്പെഷ്യലി സ്ലൈഡിംഗ് വിൻഡോസ് ചെയ്യുന്ന സമയത്ത് സൗണ്ട് വരാറുണ്ട്. പലപ്പോഴും പല കസ്റ്റമേഴ്സും പറയുന്നത് എന്തുകൊണ്ടാണ് ആ സൗണ്ട് വരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ട്രാക്കിലൂടെ പോകുന്ന സമയത്ത് ഈ ഷട്ടറും ട്രാക്കും തമ്മിൽ ഒരയുന്നത്, അല്ലെങ്കിൽ ഒരയുന്ന പോലത്തെ സൗണ്ട് വരുന്നത് എന്നൊക്കെയല്ലേ. ഇന്ന് നമ്മൾ അതിനെപ്പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആകാശ അഗസ്റ്റിൻ, ഗ്ലാസ് ആൻഡ് വിൻഡോസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഈ കാണുന്ന ഒരു സ്ലൈഡിംഗ് വിൻഡോ തന്നെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇപ്പോൾ ഇതിവിടെ നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും ഇതിന്റെ ഒരു സൗണ്ട് ഉണ്ടോ. വളരെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള സൗണ്ടാണ്. വേറെ ട്രാക്കിൽ ഒരയുന്നതായിട്ടോ അല്ലെങ്കിൽ വേറെ ടൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്കിത് ഇതേപോലെ രണ്ട് വിരൽ കൊണ്ട് ഇതിനെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് നീക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം? എന്നാൽ ചില സമയങ്ങളിൽ നിങ്ങളുടെ വീടുകളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ സ്ലൈഡ് ചെയ്താൽ ഒരയുന്നത് പോലെയും അല്ലെങ്കിൽ സൗണ്ട് അല്ലെങ്കിൽ ടൈറ്റ് ഇതൊക്കെ വരുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ടാവും. ഏറ്റവും ആദ്യം ഈ ഒരു സൗണ്ട് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് അതിന്റെ അലൈൻമെന്റ് തെറ്റിയത് കൊണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കാം. ഈ അലൈൻമെന്റ് എപ്പോഴാണ് തെറ്റുക? ഈ ഒരു വിൻഡോന്റെ അല്ലെങ്കിൽ ഈ ഒരു സ്ലൈഡിംഗ് ഡോറിന്റെ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് അതിന്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാത്തത് കൊണ്ട്, നോർമൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വീൽ ഇട്ടത് കൊണ്ടായിരിക്കാം എന്ത് വരുന്നത്, അതിന് ആ ഒരു സൗണ്ടോ അല്ലെങ്കിൽ അലൈൻമെന്റ് തെറ്റിയിട്ട് ഒരയുന്ന രീതിയിലേക്ക് വരുന്നത്. ഇനി ഇതിലെ മേജർ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു എക്സാമ്പിൾ ഇപ്പം നമുക്ക് ഇതിനകത്ത് അത് കാണിച്ചു തരാനായിട്ട് സാധിക്കില്ല. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സ്ലൈഡിംഗ് ഉണ്ടല്ലോ, ഇതേപോലത്തെ ഒരു സ്ലൈഡിങ്ങിന്റെ ഷട്ടറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് നമ്മുടെ ഇതിന്റെ ബോട്ടം വരുന്ന ട്രാക്കാണ്. ഇതിപ്പോൾ ഒരു വുഡൻ ഫിനിഷ് കളറാണ്, സെയിം കളറല്ല, ഇതൊരു ബ്ലാക്കുമാണ്. സോ എന്തുകൊണ്ടാണ് നമുക്കിത് സ്ലൈഡ് ചെയ്യുമ്പോൾ സൗണ്ട് വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇങ്ങനെയാണ് ഇതിന്റെ ട്രാക്ക് ഇതിനകത്തേക്ക് കയറുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇതിനകത്ത് വീല് വരാനായിട്ടുണ്ട്. വീല് വരാതെ നിങ്ങൾക്കിവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഒരു രണ്ട് ഗൈഡർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബ്ലാക്ക് ഗൈഡർ കണ്ടോ? ഈ ഒരു ഗൈഡർ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നടുഭാഗത്തായിട്ടായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു സൈഡിലായിട്ടായിരിക്കും നമ്മുടെ വീലുകൾ വരുന്നത്. അപ്പോൾ വീല് കറക്റ്റ് ഈ ഒരു ട്രാക്കിന്റെ ഈ ഒരു സെൻട്രലിൽ ഒരു ഗ്രൂ നിങ്ങൾക്ക് കാണാം. ഗ്രൂ എന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രൊജക്ട് ചെയ്തിട്ടുള്ള ഇതിന് കറക്റ്റ് സെൻട്രലിലൂടെ തന്നെ ആ വീല് പോകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഗൈഡറും കൂടെ ഉണ്ടെങ്കിലാണ് അത് കറക്റ്റായിട്ട് ആ ഗ്രൂവിലൂടെ പോകുന്നത്. സോ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ രീതിയിലേക്കാണ് ഇതിനകത്തേക്ക് ഈ ട്രാക്ക് കയറുന്നത്. ഇങ്ങനെ കയറുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആ ഗൈഡറിലാണ് ഇതിങ്ങനെ ഒരഞ്ഞു പോകുന്നത്. ഇത് ഒരയോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ സ്മൂത്താണ്. നമ്മുടെ രണ്ട് ട്രാക്കിന്റെ സൈഡിൽ നിന്ന് ഓരോ ക്ലിയറൻസ് ഉണ്ടാവും. വീലും കൂടെ വരുന്ന സമയത്ത് വളരെ കറക്റ്റായിട്ട് ഇതിങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന രീതിയിലേക്ക് പോകും. അങ്ങനെ സ്ലൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾക്കിതിനെ സൗണ്ട് വരാത്തത്. പലപ്പോഴും ഇതാരും ചെയ്യാറില്ല. ഇത് ചെയ്യാതെ വരുന്ന സമയത്ത് നമ്മൾ വലിച്ച് ഫോഴ്സിൽ അടയ്ക്കുമ്പോഴൊക്കെ ഇതിന്റെ അലൈൻമെന്റ് തെറ്റും, പിന്നീട് ലോക്ക് വീഴാതിരിക്കും, പിന്നീട് ചിലപ്പോൾ നമ്മൾ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് ഒരയും. ഇതൊക്കെ സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇതേപോലെയുള്ള ഗൈഡറുകൾ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ്. സോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അലുമിനിയം അൾജീരിയ വിൻഡോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗൈഡറുകൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ സ്ലൈഡിംഗ് വിൻഡോസ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് സൗണ്ട് വന്നതെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.